മഞ്ഞുമൽ ബോയ്സിൻ്റെ ട്രെയിലർ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. ഈ ട്രെയിലർ നിനക്ക് കുറച്ചുകൂടി ഒരു സർപ്രൈസിങ് ആയിരിക്കും. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. നേച്ചർ ഭയങ്കര രസമുണ്ടല്ലേ. വിഷ്വല് ക്യാപ്ചർ ചെയ്തേക്കുന്ന സൂപ്പർസ്റ്റിഷ്യസോ? കണ്ടു നോക്കാം. ലൊക്കേഷൻ ഭയങ്കര പടാണോ? Oh my God. ஒரு சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியல. உங்களால் என்ன திருப்பி பண்ண முடியும்? ഇത് ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാ? ദൈവം എന്നൊക്കെ പറഞ്ഞാ ഈ മോളിനെ കണ്ട് മേടിച്ചു. ഓ, എന്താ ഷോട്ടുകളാണ് എടുത്തേക്കുന്നല്ലേ. രസമുണ്ട് നോക്ക്. സ്ഥലം ഉണ്ടാവും. എന്ത് വലിപ്പമുള്ള മരങ്ങളൊക്കെ. ഓ, മനസ്സിലായി. കമലഹാസൻ്റെ അത് ഷൂട്ട് ചെയ്തൊരു ഏരിയ ഇവിടെ ഉണ്ട്. അതാണ് റെഫറൻസ് ഒക്കെ അടിപൊളിയുണ്ട്. വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും അല്ലേ. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും. സംഭവം എന്ന് വെച്ചാൽ ഇത് റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. കൊടൈക്കനാൽ അവിടെ ഗുണ കേവ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ, അത് ഡെവിൾസ് കിച്ചൺ എന്നും പറയും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കണ്ടല്ലേ വിഷ്വല്, അതായത് വലിയൊരു സ്ഥലം. ഇടതോർന്ന് മരങ്ങള്, നല്ല മഞ്ഞ്, വലിയ പാറകളും അതുപോലെ വലിയ കുഴികളൊക്കെ, കുറെ കുഴികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ മുന്നിൽ ഓക്കെ ആണെന്ന് വിചാരിച്ച് നേരെ ചവിട്ടിയിട്ട് ചിലപ്പോൾ കുഴിയിലോട്ട് വീണാലും മതി. പിന്നെ ഭയങ്കര വലിപ്പ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ഇത്തിരിയേ ഉള്ളൂ അതിൻ്റെ അടുത്ത്. അതുപോലെ ആ മരത്തിന്റെ ആ വേരുകൾ കണ്ടില്ല, അവിടെ വന്നപ്പോഴും നമ്മൾ ചേർത്ത് അത്രയും വലിയൊരു വനമേഖലയാണ്. അതാ ഗുണ കേവ് എന്നുണ്ട്, ഗുണ കേവ്. അപ്പം ആൾക്കാർക്ക് പോകാനൊക്കെ പറ്റുന്ന സ്ഥലം. അവിടെ പോവാൻ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പക്ഷെ കുറെ നിയന്ത്രണമൊക്കെ ഉണ്ട്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ അകപ്പെട്ടിട്ട് 12 പേരും മരിച്ചിട്ടുണ്ട്. ഇതേപോലെ കേവിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കുഴിയിൽ താഴ്ചയിലേക്ക് പോയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടുന്ന് കുറച്ച് പേര് സുഹൃത്തുക്കൾ അവിടെ ട്രിപ്പ് പോയി. എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന സംഭവമല്ല, അതുകൊണ്ട് ഞാൻ സിനിമയിലൊക്കെ കൂടെ അറിയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്ക് അറിയാമെന്ന് വെച്ചിട്ട് പറയാം. അപ്പോൾ അവർ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരാൾ ഇതേപോലെ കുഴിയിലേക്ക് വീണു. എന്നിട്ട് അയാളെ വെച്ചാൽ നോർമലി അവിടെ വീണ പിന്നെ അത് നോക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. എന്നിട്ടെന്താ, അപ്പം ഈ സുഹൃത്തുക്കൾ നോക്കിയപ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒരു ഷോക്ക്ഡായി. 2 പേരോടെ വന്നു. ബാക്കിയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് സംഭവങ്ങൾക്കൊക്കെ പോയി. കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ കണ്ടപോലെ പോലീസിന്റെ സാധനവും ഒക്കെ ഉണ്ട്. പലരും വന്നു. എന്നിട്ട് പറഞ്ഞു അവർ അവിടെയാണ് വീണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പലരും ഓക്കെ എന്നാ പിന്നെ വേണ്ട വിട്ടേക്കെന്നുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ. എന്നുവെച്ചാൽ കമ്പാരിറ്റീവ്ലി ദേർ നോ ഹെൽപ്പ്. അത് വിട്ടു അവിടെ വീണ് കഴിഞ്ഞാൽ ആള് പോക്കാന്നുള്ള ആറ്റിറ്റ്യൂഡില്. പക്ഷെ റിയാലിറ്റിയിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എന്തോ പരസ്പരം ഇങ്ങനെ പിടിച്ച് താഴേക്ക് ഇറങ്ങിയോ മറ്റോ അവൻ രക്ഷിക്കുന്നുണ്ട്. അതൊരു എപ്പിക് സംഭവമാണ്. എനിക്ക് അതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു സംഭവം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള. ഇതിൻ്റെ അകത്ത് പക്ഷെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അവർ സ്റ്റോറിയിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ
അല്ല അതിന്റെ കോർ തീമിലൊന്നും ഒരു ഓൾട്ടറേഷൻ വരത്തില്ലായിരിക്കും, പക്ഷെ കുറച്ച് പിന്നെ സിനിമ അവർ അതിന്റെ അത് മാക്സിമം അവർ ഇൻഡെപ്തിൽ എടുക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ വിഷ്വൽസ് കാണുമ്പോൾ പിന്നെ ആ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സൗഹൃദം കാണിക്കാനായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറിയാണെന്ന് തോന്നുന്നു കുട്ടികളെയൊക്കെ വെച്ചിട്ട്. അപ്പൊ അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്, രസമുണ്ടായിരുന്നു. അതിന്റെ വിഷ്വല് തന്നെ നല്ല രസമാണ്. പിന്നെ ആ വിഷ്വലിൽ നിന്ന് കുറച്ച് സീരിയസ് ഇതിലേക്ക് പോകുമ്പോൾ അതൊരു വേറെ രണ്ട് ആ ഇൻസിഡന്റ് ടേക്ക് പ്ലേസ് ചെയ്തത് എന്തായാലും സിനിമയിൽ ഒരു മാക്സിമം കാണിച്ചിട്ടുണ്ടാവും, ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു എന്താ പറയാ ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ കാണാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്റ്റോറി ഇതിനെ കുറിച്ച് ഇപ്പം അന്വേഷിക്കുന്നില്ല. ജസ്റ്റ് എനിക്കിപ്പം ആ ഒരു സിനിമയിൽ എങ്ങനെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സുഹൃത്തുക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. കാരണം അതുപോലെ കുറച്ച് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ചങ്ക് അത് ഇതെന്നൊക്കെ പറയുമ്പോഴും ഒരു വഴക്കിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൂടെയും ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അതിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ്. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്കൊരു ഇത് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അത് ഉണ്ട്, അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് കുറച്ച് കുറവാണെന്ന്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാക്സിമം ഒരു ഡെപ്തോടെ കാണിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഏതായാലും ട്രെയിലർ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.